അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശത്ത് പറക്കുന്ന പക്ഷികളും വിമാനങ്ങളും അതുപോലെ ആകാശത്ത് അന്തരീക്ഷത്തിൽ താഴേക്ക് വീഴാതെ നിലകൊള്ളുന്ന എല്ലാറ്റിനെയും അള്ളാഹു അന്തരീക്ഷത്തിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക അവസ്ഥയിലൂടെയാണ് പിടിച്ചു നിർത്തുന്നത് എന്നാണ് ഇന്ന് പഠിക്കുന്ന 76-ാമത്തെ ആയത്തിൽ പറയുന്നത്. സൂറത്തുൽ മുൽക്കിലും ഈ ആയത്ത് ചെറിയ വ്യത്യാസത്തോടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അലം യറോ ഇലത്വൈരി, പറവകളെ അവർ കാണുന്നില്ലേ? ആകാശത്ത് പറക്കുന്ന പറവകളെ മനുഷ്യർ കാണുന്നില്ലേ? മനുഷ്യർക്ക് വളരെ വലിയ ഒരു ദൃഷ്ടാന്തമാണല്ലോ അത്. എങ്ങനെയാണ് അവ ദൃഷ്ടാന്തമാകുന്നത്? മുസഖറാത്തിൻ ഫി ജൗവിസമായി, ആകാശത്തിൻ്റെ അന്തരീക്ഷത്തിൽ വിധേയമാക്കപ്പെട്ടവയായിട്ടാണ് അവ പറക്കുന്നത്. മുസഖറാത്തിൻ, ആ പറവകൾ വിധേയമാക്കപ്പെട്ടവയായി, കീഴ്പ്പെടുത്തപ്പെട്ടവയായി, ഫി ജവ്വി, അന്തരീക്ഷത്തിൽ, അസ്സമായി, ആകാശത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേക ഘടനയിൽ പറവകൾ താഴേക്ക് വീഴാതെ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അത് മനുഷ്യർ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം അറിയാനോ ഉത്തരം കിട്ടാനോ ഉള്ള ഒരു ചോദ്യമല്ല ഇത്. ആളുകൾ കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ചോദ്യമാണിത്. ഈ ശൈലി ഖുർആനിൽ കുറെ സ്ഥലങ്ങളിൽ ആവർത്തിച്ചതായി നമുക്ക് കാണാം. ഇസ്തിഫ്ഹാം തഖ്രീറി എന്നാണ് ഈ ശൈലിയിലുള്ള ചോദ്യങ്ങൾക്ക് പറയുക. അതായത് ഇവിടെ ആകാശത്ത് പറവകൾ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ താഴേക്ക് വീഴാതെ പറക്കുന്നു എന്നത് ആരും നിഷേധിക്കാത്ത, ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന നിലയിൽ ആ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഈ പറവകളെ താഴെ വീഴാതെ സംരക്ഷിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? മായും സിക്കുഹുന്ന ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ വേറെ ആരുമല്ല ഇവയെ പിടിച്ചു നിർത്തുന്നത്. ഇവയെ താഴേക്ക് വീഴാതെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ്. പറവകൾ വിവിധ തരത്തിലുണ്ട്. സ്റ്റാർലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, കാളിക്കിളി എന്ന് മലയാളത്തിൽ പറയുന്ന ഭംഗിയുള്ള ചെറിയ ഒരു പക്ഷിയുണ്ട്. കറുത്ത നിറത്തിലുള്ള എന്നാൽ തിളങ്ങുന്ന പുള്ളികളുള്ള പക്ഷിയാണത്. ആ പക്ഷിയുടെ ആയിരക്കണക്കിന് എണ്ണം കൂട്ടം കൂട്ടമായി ഉയർന്നും താഴ്ന്നും പറക്കുന്നു. അവ താഴേക്ക് വീഴുന്നില്ല, തമ്മിൽ കൂട്ടിയിടിക്കുന്നില്ല. ചില പ്രത്യേക കാലാവസ്ഥയിലും സന്ദർഭങ്ങളിലും അതിമനോഹരമായി നൃത്തം ചെയ്യുകയും കാഴ്ചക്കാരെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ പ്രത്യേക ചലനങ്ങളിലൂടെ മുന്നോട്ടും പിന്നോട്ടും താഴോട്ടും അതിവേഗം നീങ്ങുന്ന പ്രകടനങ്ങൾ ഇത്തരം പക്ഷികൾ കാഴ്ചവെക്കുന്നു. നമുക്ക് ആകാശത്ത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പക്ഷികളെയും കാണാൻ കഴിയും. വായുവിൽ പറക്കുമ്പോൾ താഴോട്ട് വീഴാതെ പരസ്പരം കൂട്ടിയിടിക്കാതെ ഇവക്ക് അന്തരീക്ഷം വിധേയമാക്കി കൊടുത്തത് അള്ളാഹുവാണ് എന്നാണ് പറയുന്നത്. ഈ ആയത്തിൽ പറയുന്ന പറവകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമാനം പോലെയുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള പറക്കുന്ന വാഹനങ്ങൾ, അതായത് മനുഷ്യൻ യാത്രക്കും മറ്റുമായി ഉണ്ടാക്കിയ പറക്കും വാഹനങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞ പറവകൾ കൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നത് എന്ന് ചില ആധുനിക വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസഖറാത്തിൻ, വിധേയപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് അവരുടെ വാദം. അതുപോലെ മായുംസിക്കുഹുന്ന ഇല്ലല്ലാ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ശക്തിയെ വിളിച്ചോതുന്ന രൂപത്തിൽ അള്ളാ എന്ന ഇലാഹിൻ്റെ വാക്ക് ഉപയോഗിക്കാറുള്ളത് എന്നും, അല്ലാത്ത പക്ഷം ജീവനുള്ളതിനെ സംരക്ഷിക്കുന്ന കാര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അർ റഹ്മാൻ പോലെയുള്ള അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളാണ് ഖുർആനിൽ പ്രയോഗിച്ചു വരുന്നത് എന്നുമുള്ള തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ആയത്തിൽ പറയുന്ന പറവകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനില്ലാത്ത വിമാനം പോലെയുള്ള വാഹനങ്ങളാണ് എന്ന് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിൽ പറയുന്ന ഇതേ ആയത്തിൽ യഥാർത്ഥ പക്ഷികളെ കുറിച്ച് പറയുമ്പോൾ മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ പറക്കുന്ന പക്ഷികൾ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ ന്യായമായി കൊണ്ട് പറയുന്നത്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അള്ളാഹു ആലം. ഏതായാലും ഇതൊരു മഹാദൃഷ്ടാന്തമായി
അള്ളാഹുവിൻ്റെ കഴിവിനും ശക്തിക്കും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഖൗമിൻ യുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ച സത്യം അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക്, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.